ഇന്നി ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ, ഈ ദുനിയാവ് അവസാനിക്കും, നാളെ പടച്ചവന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും, സർവ്വതിനെ കുറിച്ചും ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്, നരകത്തെ പേടിയുള്ളത് കൊണ്ടാ ഞങ്ങൾ ഇത് ചെയ്തത്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. സഹോദരാ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെ ആദ്യം നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ. ആദ്യം നമ്മളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് ആരെയാ? നമ്മളെ തന്നെ, സ്വന്തം നഫ്സിനെ തന്നെ. ആ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. ആരാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, ഏതൊരാളും അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് അവന്റെ നഫ്സിനെ കാത്തുരക്ഷിക്കണേ. ബൈത്തുൽ മുഖദ്ദസിലെ ഇറാഖ്, ഫലസ്തീൻ ഭരിച്ചിരുന്ന ലോകം കേട്ട ഏറ്റവും മഹാനായ ഭരണാധികാരിയാണ് മഹാനായ ഇമാം നൂറുദ്ദീൻ സങ്കീർ റളിയല്ലാഹു അൻഹു. വലിയ പാണ്ഡിത്യമുള്ള ആളാ, അള്ളാനെ പേടിയുള്ള ആളാ. എന്നാലും അദ്ദേഹം ആ നാട്ടിലെ ഭരണാധികാരിയാ. ആ ഭരണാധികാരിയായ ഇമാം നൂറുദ്ദീൻ സങ്കീയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടു. ഗവൺമെന്റിന്റെ ഒരു വാർഷികാഘോഷം. അദ്ദേഹം ഭരണാധികാരിയാ. ശ്രദ്ധിച്ചു കേട്ടു എന്റെ യുവാക്കളോട്. ക്ഷുഭിത യൗവനത്തിന്റെ, ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകളിലെ ചിന്താശേഷി പണയപ്പെടുത്തി പോയ, ക്ഷുഭിത യൗവനത്തിന്റെ വാറോലകളുടെ പുറകെ സഞ്ചരിച്ചു പോയ, നിരീശ്വരവാദവും നിരർത്ഥകവാദവും ഭൗതികവാദവും സന്ദേഹവാദികളും മനസ്സുകളിൽ സ്വാധീനിച്ച എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ നിരനിരയായി ക്ഷീണം പോലും ഭഗവക്കാട് ഒരേ യൂണിഫോം വെച്ചിട്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിന് വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാരെ ഞാൻ കണ്ടു. അള്ളാഹു ഈ ചെറുപ്പക്കാരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ കട്ടപ്പാടുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ. പക്ഷെ ഇതേപോലെ വരി പിടിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? ഇമാം നൂറുദ്ദീൻ സങ്കീയുടെ ഗവൺമെന്റിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആ മഹാനായ ഭരണാധികാരി ഉയർന്ന ഒരു സിംഹാസനത്തിലിരിക്കുകയാ. ചുറ്റുഭാഗത്തും അനുയായികൾ ആഘോഷവും പാട്ടും കൂത്തും നൃത്തവുമൊക്കെയായി ആണും പെണ്ണും ഇടകലർന്നിട്ട് ഇങ്ങനെ ആഘോഷം നടത്താ. കുറെ ആളുകളും മദ്യം ഇതിന്റെ ഇടയിൽ നുണയുന്നുമുണ്ട്. ഭരണാധികാരിയായ പടച്ചവനെ പേടിയുള്ള മഹാനായ നൂറുദ്ദീൻ സങ്കീർ റളിയല്ലാഹു അൻഹു സിംഹാസനത്തിൽ രാജാവിനെ ഇരുത്തിയിട്ടാണ് ആൾക്കൂട്ടം ഇത് ചെയ്യുന്നത്. പലരും നേതാവ് പറയില്ലേ, അനുയായികള് ഞാൻ പറഞ്ഞാ കേൾക്കോ? ഇങ്ങനെ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനം നടക്കുന്നിടത്തേക്ക് അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ മഹാനായ ഇമാം ഇബ്നുൽ ബസീത്ത് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. നേരെ ചെന്നിട്ട് സിംഹാസനത്തിൽ ചാതിരിക്കുന്ന രാജാവിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അദ്ദേഹം ത്രസിക്കുന്ന ചാട്ടുളി പോലെ ചോദ്യമറിയുകയാ. അദ്ദേഹം ചോദിക്കുന്നു, രാജാവേ, ആരോ ആ ചോദ്യം ചെയ്യുന്നത്? നാട്ടിലെ പ്രധാനമന്ത്രിയെ, നാട്ടിലെ മുഖ്യമന്ത്രിയെ. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? നൂറുദ്ദീനെ, മത്തില്ലി നഫ്സിക അയ്യുഹൽ മഗ്റൂറു യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു. ഗാനശകലങ്ങളിലൂടെ ചോദ്യം ചെയ്യുകയാ. കവിതകൾ വലിയൊരു വിമർശനമാണല്ലോ, കവിതകൾ വലിയ വിമർശനമാണല്ലോ. കൈ ചൂണ്ടുന്നവനെ കൈവലങ്ങണിയിച്ചിട്ട് കാരാഗ്രഹത്തിന്റെ കറുകറുത്ത കരിമ്പാളയങ്ങൾക്കുള്ളിലേക്ക് പറഞ്ഞു വിടുന്ന ആധുനിക ലോക ഏകാധിപത്യത്തെ നമ്മൾ കാണുമ്പോ രാജാവിന്റെ നേരെ അനുയായികൾ, ലക്ഷക്കണക്കിന് അനുയായികളുടെ നടുവിൽ വിരൽ ചൂണ്ടുകയാ. മത്തില്ലി നഫ്സിക അയ്യുഹൽ മഗ്റൂറു യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു. ഈ ക്ഷണികമായ ദുനിയാവിന്റെ ആർഭാടം കണ്ട് വഞ്ചിക്കപ്പെട്ടവനെ നൂറുദ്ദീനെ, നിനക്ക് പേടിയില്ലേ? യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു. ഈ ആകാശം പൊട്ടിപ്പിളർന്ന് താഴെ വീണിട്ട് റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഖിയാമത്ത് നാളിന് നിനക്ക് ഓർമ്മയില്ല നൂറുദ്ദീനെ? വകീല നൂറുദ്ദീനി ജാഅ മുസല്ലിമാ ഫഹദർ ബി അൻ തഅതി വമാലക നൂറു.
അനുയായികളുടെ നടുവിൽ ലെവലേശം പേടിയില്ലാതെ മഹാനവറുകൾ വിമർശനത്തിന്റെ കവിത പാടി. നാളെ പരലോകത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ വക്കീലലി നൂറുദ്ദീനി ജാ മുസല്ലിമ, നിന്നെ നൂറുദ്ദീൻ എന്നല്ലേ വിളിക്കുന്നത്? നൂറുദ്ദീൻ എന്നാൽ അതിന്റെ അർത്ഥം ദീനിന്റെ പ്രകാശം എന്നല്ലേ. പക്ഷേ നൂറുദ്ദീനെ നൂറുദ്ദീനെ എന്ന് ഖിയാമത്ത് നാളിൽ പേര് വിളിക്കുമ്പോ മുഖത്തൊരു വെളിച്ചമില്ലാതെ ഇരുണ്ട കറുകറുത്ത മുഖവുമായിട്ട് റബ്ബിന്റെ മുമ്പിൽ നീ വരേണ്ടി വരില്ലേടാ നൂറുദ്ദീനെ. ഭരണാധികാരി പേടിച്ചുപോയി. ഹറം തകാസാത്തിൽ ഹറാമി തഫുഫ അലൈകാ ബികസാത്തിൽ ഹറാമി തദൂറു. ലോക ചരിത്രത്തിന് ചിന്തിക്കാൻ കഴിയാത്ത വിമർശനങ്ങൾ രാജാവിന് നേരെ, ഏകാധിപതിക്ക് നേരെ, ജനാധിപത്യ രാഷ്ട്രത്തിലല്ല വാളൂരിയാൽ തലകൊയ്യുന്ന ഒരു കാലത്ത് ഹറം തകാസാത്തിൽ ഹറാമി തഫുഫ അലൈകാ ബികസാത്തിൽ ഹറാമി തദൂറു. മദ്യപിക്കരുതെന്ന് നീ വലിയ പ്രസംഗിച്ച് നടത്തിട്ട് നിന്റെ ചുറ്റുഭാഗത്ത് ആളുകൾ മദ്യപിക്കുന്നത് കണ്ടിട്ട് നിർത്തടാ, ഇത് നരകത്തിൽ പോകുമെന്ന് പറയാൻ ഭരണാധികാരി നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പടച്ചവന്റെ മുമ്പിൽ നിന്റെ ചങ്ങല കെട്ടിട്ട് നിർത്തുമെന്ന് പറഞ്ഞപ്പോ അനുയായികളോട് കൂടി അയാളെ കൊല്ലാൻ. പക്ഷേ സംഭവിച്ചത് എന്തെന്നറിയോ? വിരൽ ചുണ്ടുന്നവനെ വിലങ്ങണിച്ചിട്ടവനെ വിറങ്ങരിച്ച് മൃതശരീരം പിറ്റേ ദിവസം പൊന്തക്കാട്ടിൽ കൊള്ളുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പെരുമ പറയുന്ന നാട്ടില് ഇത് കേട്ട ഉടനെ സിംഹാസനത്തിന്റെ മുകളിലിരുന്ന രാജാവ് ബോധം കെട്ട അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ആ മനുഷ്യന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് വീണു. സിംഹാസനത്തിൽ നിന്ന് ബോധം കെട്ടി രാജാവ് താഴേക്ക് വീണു. ബോധം കെട്ട് നരകത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു കൊടുത്തപ്പോ രാജാവ് വിമർശിച്ചവന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ടയല്ല, കാഞ്ചി വലിക്കലല്ല, കണ്ണ് നിറഞ്ഞൊഴുകി. നരകത്തെ കുറിച്ച് കേട്ടപ്പോ ഹറം തകാസാത്തിൽ ഹറാമി തഫുഫ അലൈകാ ബികസാത്തിൽ ഹറാമി തദൂറു. നീ കുടിക്കാതിരുന്നാ മതിയോ? നിന്റെ ചുറ്റുഭാഗത്ത് നടക്കുന്നത് നീ കാണുന്നില്ല നൂറുദ്ദീനെ? എന്റെ ഉപ്പ, എന്റെ ഉമ്മ നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ആരാ പറയേണ്ടത് മക്കളോട്? ആരാ പറയേണ്ടത് മക്കളോട്? കേക്കട്ടെ, കേൾക്കാതിരിക്കട്ടെ, പക്ഷെ നമ്മുടെ ബാധ്യത നമ്മൾ നിലനിർത്തണ്ടേ? വേണ്ടേ? ഏറ്റവും കുറഞ്ഞത് എന്റെ പൊന്നു വാപ്പമാരെ ചെയ്യണ്ടേ? നമ്മളിങ്ങനെ നടന്നാൽ എന്ത് ചെയ്യും? കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ എന്ത് ചെയ്യും? ഇന്റർവെല്ല് സമയത്ത് ബീഡി വലിച്ച ചെറുക്കനെ അധ്യാപകൻ പിടിച്ചു. അവന്റെ ശിക്ഷയുടെ ഭാഗമായി പിറ്റേ ദിവസം അസംബ്ലിയുടെ മധ്യത്തിൽ ഇവനെ കൊണ്ട് ഹാജരാക്കി. എല്ലാവരും കേൾക്ക ഇവൻ മാപ്പ് പറഞ്ഞു, സാറേ ഇനി ഞാൻ ചെയ്യുകയില്ല. കുട്ടി കരഞ്ഞു, ഞാനൊരു കൗതുകം കൊണ്ട് വലിച്ചതാണ്, ഞാനിനി അത് ചെയ്യുകയില്ല. അവസാനം പേടിപ്പിക്കാൻ വേണ്ടി ഹെഡ് മാസ്റ്റർ അവനോട് പറഞ്ഞു, ഇനി എങ്ങാനും നീ ആവർത്തിച്ച നിന്റെ വാപ്പാനെ ഞങ്ങൾ വിവരം അറിയിക്കും, ഇവിടെ വിളിച്ചു വരുത്തും. പോണതിൻ്റെ ഇടയിൽ ആ കുട്ടി നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് വലിക്കാൻ തുടങ്ങിയത് എൻ്റെ വാപ്പ വലിച്ചിട്ട് ബാക്കിയിട്ട കുറ്റിപീടി എടുത്തിട്ടാണ്. പിന്നെ അങ്ങനെ വാപ്പാനെ പറഞ്ഞു പേടിപ്പിക്കുക? ഇതൊരു കഥയോ ഐതിഹ്യമല്ല. ആ കുട്ടി നിഷ്കളങ്കമായി പറഞ്ഞു, എൻ്റെ വാപ്പാനോട് പറയാനോ ഞാൻ ഇത് ആദ്യം വലിക്കാൻ തുടങ്ങിയത് എൻ്റെ വാപ്പ ഊരിയെറിഞ്ഞ ബീഡിക്കുറ്റി എടുത്ത് വലിച്ചിട്ടാണ്. നമ്മളറിഞ്ഞ ബീഡിക്കുറ്റി എടുത്ത് വലിച്ചിട്ടല്ലേ നമ്മുടെ മക്കൾ ഈ വലി തുടങ്ങിയത്? ഉമ്മാന്റെ മടിത്തട്ടി മലന്ന് കിടന്നപ്പോഴും വാപ്പയുടെ ചുണ്ടിന് ബീഡിയിരിക്കണ കണ്ടിട്ടല്ലേ നമ്മുടെ മക്കൾ വളർന്നത്? എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇനി ഒന്നിനും കഴിഞ്ഞില്ലെങ്കിലും മടിത്തട്ടിലിരുത്തിയിട്ട് മക്കളോട് മിനിമം പറയേണ്ട, മക്കളെ നിങ്ങളുടെ വാപ്പ നല്ല ആരോഗ്യമുള്ളവനായിരുന്നു. നിന്റെ ഉമ്മാനെ കെട്ടണ സമയത്ത് എന്റെ ആരോഗ്യം എത്രയെന്ന് നിനക്കറിയോ? ഇന്ന് നിന്റെ വാപ്പ ഇങ്ങനെ ചുമക്കുന്നത്, ഇന്ന് നിന്റെ വാപ്പയുടെ ലെൻസിലേക്ക് TV വന്നത്, ഇന്ന് നിന്റെ വാപ്പയ്ക്ക് ക്യാൻസറിന് കാരണമായത് വാപ്പ ഈ ബീഡി വലിച്ചിട്ടാണ് മോനെ. അതുകൊണ്ട് ഉപ്പാന്റെ കുട്ടിയെങ്കിലും ഇനി അത് വലിക്കരുത് എന്നെങ്കിലും മിനിമം നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ?
പിന്നെ നമ്മൾ ലോകത്ത് എന്ത് വിപ്ലവം നടത്തിയിട്ട് എന്ത് കാര്യം? മക്കളെ, വാപ്പാന്റെ കരള് പോയിട്ട് ലിവർ സിറോസിസ് വന്നിട്ട് വാപ്പ വലിയ പണക്കാരനായിരുന്നു മോനെ. നമ്മുടെ മക്കളെ ഇരുത്തിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ തെറ്റുപറ്റിയോ? ഞാൻ ആരും വിമർശിക്കല്ല. വീട് വലിക്കണവർ എന്നോട് പിണങ്ങരുത്. പിണങ്ങുമോ? എനിക്കൊന്നുമില്ല. ഞാൻ പറയുന്നത് നമ്മളത് അങ്ങനെ ആയിപ്പോയി. എന്നാൽ ഇനി നമ്മുടെ മക്കൾ എങ്ങനെ ആവായിരിക്കും ശ്രദ്ധിക്കണ്ടേ? നമ്മൾ എങ്ങനെ ജോലിക്ക് പോയപ്പോഴോ തടി പിടിച്ചപ്പോഴോ കല്ല് വെട്ടിയപ്പോഴോ ആശ്വാസത്തിന് വിളിച്ചു സയ്യിദ് ദുഹാനി കാജാബീഡി വലിച്ചു തുടങ്ങിയതാണ്. ഇനി നമ്മുടെ മക്കളോട് പറയണ്ടേ, മക്കളെ വാപ്പച്ചിക്ക് നല്ല സമ്പത്ത് ഉണ്ടായിരുന്നടാ. നിന്നെ ഉമ്മാനെ കെട്ടുമ്പോ വാപ്പാന്റെ കയ്യിൽ നല്ല സമ്പത്ത് ഉണ്ടായിരുന്നു. വാപ്പാടെ സമ്പത്തെല്ലാം പോയത്. നമ്മുടെ വീടിന്ന് ജപ്തിക്ക് നോട്ടീസ് വന്നത്, നമ്മുടെ വീടിന്ന് ഒരു കൊച്ചു തിണ്ണയായി മാറിയത് വാപ്പാടെ മദ്യപാനം കൊണ്ടാണ്. മക്കളെ, കള്ളു കുടിക്കാൻ വേണ്ടി സർവ്വതും വിട്ടു തൊലഞ്ഞിട്ടാണ് നിന്റെ ഉപ്പ ഇന്ന് ഈ ഗതിയിലെത്തിയത്. അതുകൊണ്ട് ഉപ്പാന്റെ കുട്ടിയെങ്കിലും അത് ചെയ്യരുത് എന്നവരോട് പറയണ്ടേ? മക്കളെ, നിന്റെ ഉമ്മാക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. നിന്റെ ഉപ്പാക്ക് ഉമ്മ ഭയങ്കര കാര്യമായിരുന്നു. നിന്റെ ഉമ്മ മോളെ ഇന്ന് ഈ അവസ്ഥയിലായി ആരാരുമില്ലാതെ ഈ വാടക വീട്ടിൽ കഴിയുന്നത്. ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരന് മിസ് കോളിന് ഉത്തരം കൊടുത്തതാണ്. നിന്റെ ഉപ്പാന്റെ സ്നേഹം ഞാൻ കണ്ടില്ല. എന്റെ ഭർത്താവിന്റെ സ്നേഹം എനിക്കറിയാൻ കഴിഞ്ഞില്ല. എന്റെ മുമ്പിൽ വന്ന ഒരു മിസ് കോളിന് ഞാൻ ഉത്തരം കൊടുത്തുന്ന എന്റെ ജീവിതം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഉമ്മാടെ ജീവിതം പോയി മോളെ. ഉമ്മാടെ കുട്ടിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണേ എന്ന് പറയാൻ നമ്മുടെ മക്കളോട്, ആരാന്റെ മക്കളോട് പറയണ്ട, നമ്മുടെ മക്കളോട് നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ മക്കൾക്ക് റോൾ മോഡൽ ആവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, മൈ ഡാഡി ഈസ് മൈ സൂപ്പർ ഹീറോ. എറണാകുളം ലൂരിൽ നിന്നപ്പോ ഒരുത്തൻ ഇങ്ങനെ ആടി 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 വരുന്നു. അവന്റെ കൊച്ചുകുട്ടി മോൻ അവനെ താങ്ങി പിടിച്ചോണ്ട് പോണു. സെക്യൂരിറ്റി വന്ന് എസ്കലേറ്ററിൽ കൂടെ താഴെ ഇറക്കി. പാവം കുട്ടി എല്ലാരും തെറി പറഞ്ഞ് വാപ്പാന്റെ മുണ്ട് തന്നെ ഇല്ല, കയ്യിലാണ് പകുതി, തള്ളിക്കൊണ്ട് പോവുകയാണ് വാപ്പാനെ. പുറകിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ അവന്റെ ടീഷർട്ട് ഇറങ്ങിയിരിക്കുന്നു ബാക്കിൽ, മൈ ഡാഡി ഈസ് മൈ സൂപ്പർ ഹീറോ. കള്ളു പിടിച്ചില്ല, ലഹരിയില്ല, കയത്തിലോട്ട് പോണ വാപ്പാനെ തള്ളിക്കൊണ്ട് പോകേണ്ട മോന്റെ ടീഷർട്ട് ആകസ്മികമായി കണ്ട വാക്ക് എന്നെ വല്ലാതെ വേദനപ്പെടുത്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, 11:15 ഇനി 45 മിനിറ്റ്. 12-ാം തീയതി എനിക്ക് പട്ടാമ്പി വല്ലപ്പോഴേ വന്നു. നാളെയായി 17-ാം തീയതി. 16-ാം തീയതി തീരാനിപ്പോ നിങ്ങൾക്ക് എന്ന ഡേറ്റ് തീരാൻ 40 മിനിറ്റേ ഉള്ളൂ. 17-ാം തീയതി എനിക്ക് പരിപാടി പട്ടാമ്പി വല്ലപ്പോഴേലാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉപ്പമാരോട് പറയാൻ, ഈ പള്ളിയുടെ പരിസരത്തൊരു നല്ല വീടിനെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തണം. ആ വീട് ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കണം, ഭർത്താവ് ഭാര്യയോട് നരകത്തെക്കുറിച്ച് പറയണം, മക്കളോട് പറയണം. അങ്ങനെ ഒരു നല്ല തിളക്കമുള്ള വീട് നമ്മുടെ മക്കളോട് നമ്മൾ പറയണ്ടേ, നമ്മുടെ പെൺമക്കളോട് പറയണ്ടേ സഹോദര. ഒരു രാപകല് മുഴുവനും ഒരു പുരുഷായുസ് മുഴുവനും അധ്വാനിച്ചിട്ട് അവസാനം മകളെ കെട്ടിക്കാൻ വേണ്ടി കടം മേടിച്ച് ലോൺ എടുത്തും കൂട്ടിവെച്ച് തലേ ദിവസം രാത്രി ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന മകൾ, കട്ടപ്പെട്ട പിതാവിന് തീരാ ദുഃഖം സമ്പാദിക്കുന്ന ഒരു കാലത്ത്, വാപ്പാന്റെ പണി നോക്കെന്ന് പറയുന്ന ഒരു കാലത്ത്, നിങ്ങൾക്കൊരു വാപ്പാനെയും മോളെയും ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. ഒരു വാപ്പാനെയും മോളെയും പരിചയപ്പെടുത്തി തരട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ വലിയ വാള് പറയണവരുടെ മഹല്ലി വന്നിട്ട് വാള് പറയല് വലിയ പാടാ. ഈ വലിയ വാള് പറഞ്ഞിട്ട് ആ കളരിയിലെ 118-ാമത്തെ അടവും പ്രയോഗിച്ചിട്ട് നിൽക്കുന്ന ആളുകളുടെ മഹല്ലിൽ വന്നിട്ട് വാള് പറയല് വലിയ പാടാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഓരോ പിതാക്കന്മാരും ഒന്നും മനസ്സ് വെച്ച് ചിന്തിക്ക്, എന്റെ മോളോട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടോ? എല്ലാം പറയാൻ സമയമില്ല, പാപ്പായി മോളെങ്കിലും പറയാം. എന്റെ മോളോട് ഞാൻ ഈ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ടോ? അവൾ MBBS ആയി, BDS ആയി, അവൾ അപ്പുറത്ത് പഠിക്കാൻ പോയി, എല്ലാം ചെയ്തു ഞാൻ. എന്റെ ബാധ്യത ബഹുമാനപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ,
हमने आंखों से देखा नहीं है मगर उनकी तस्वीर सीने में मौजूद है जिसने लाकर कलाम इलाही दिया वो मोहम्मद मदीने में मौजूद है हमने आंखों से देखा नहीं है ഞാൻ ഇതേവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല മഗർ പക്ഷേ ഉൻകി തസ്വീർ സീനേമേ മൗജൂദ് ഹേ എൻ്റെ ഹബീബിന്റെ ചിത്രം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ തന്നെയുണ്ട് ഞാൻ കണ്ടിട്ടില്ല അല്ലാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ മുത്ത ഹബീബിനൊരു മോളുണ്ടായിരുന്നു ബീവി ഫാത്തിമത്തു സുഹറ ബീവി ഫാത്തിമത്തു സുഹറ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളാ ചരിത്രങ്ങളൊക്കെ നിങ്ങളുടെ കാസിമി ഉസ്താദ് വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയിൽ പറഞ്ഞിട്ടുണ്ടാവാ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ കാര്യം എന്റെ വീടിന് നേരെ ഓപ്പോസിറ്റ് ഒരു സ്ഥലമുണ്ട് അവിടെ എന്റെ ഫാത്തിമയ്ക്കൊരു വീടുണ്ട് എന്റെ ഫാത്തിമയുമായിട്ട് അവിടെ നിങ്ങൾ താമസിക്കണേ സ്വാഭാവികമായിട്ട് നമ്മൾ കരുതുന്നത് ഹബീബിന് തന്റെ പ്രിയപ്പെട്ട മകളോടുള്ള അല്ലാത്ത ആഗ്രഹമാ രാവിലെ എഴുന്നേറ്റാലുടനെ മകളെ കാണണം രാത്രി ഉറങ്ങാൻ നേരത്തും മകളെ കാണണം ആ പെണ്ണുമോളോട് ഉപ്പാക്ക് വല്ലാത്തൊരടുപ്പമാണ് വല്ലാത്ത അടുപ്പമാ എന്താ കാരണമെന്നറിയോ സഹോദര തന്റെ വീടിന് അഭിമുഖമായിട്ടൊരു കൊച്ചു വീട്ടില് തന്റെ മകളും മരുമകനും കൂടി മണിയറയിൽ കിടക്കുമ്പോ കല്യാണത്തിന്റെ പിറ്റേ ദിവസം രാവിലെ വാപ്പ അഥവാ അസ്റഫുൽ ഖൽഖ് എഴുന്നേറ്റ് പള്ളിയിലേക്ക് തഹജ്ജുദിന് പോവുകയാ ആ ഒരു രംഗം നമ്മളോട് പറയുന്നുണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പോയി ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും കിടക്കുന്ന മണിയറയുടെ വാതിലിൽ തട്ടി എന്നിട്ട് ചോദിച്ചു ഫാത്തിമ അലിയേ അഫതുസല്ലിയാവാനി അന്തുമാ നിങ്ങൾ രണ്ടുപേര് തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത് മോളെ ഫാത്തിമ ഇന്നലെ വരെ വാപ്പാന്റെ തർബിയത്തിൽ നീ ജീവിക്കുമ്പോ ഒരു ദിവസം പോലും ഉപ്പാന്റെ കുട്ടി തഹജ്ജുദ് മുടക്കിയിട്ടില്ല ഇന്നൊരു ഭർത്താവിന്റെ മണവാട്ടിയായി മണിയറയിൽ ചെന്നിട്ട് ആഘോഷങ്ങളുടെ ഇടയിൽ തഹജ്ജുദ് മുടക്കിയോ മോളെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം രാവിലെ തന്റെ മോളുടെ സ്വഭാവത്തിൽ വല്ല വ്യത്യാസവും വന്നോ എന്നറിയാം വാതിലിൽ മുട്ടിച്ചോദിക്കുന്ന വാപ്പാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഫെമിനിസത്തിന്റെയും ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും പേര് പറഞ്ഞ് ഇന്നത്തെ കുട്ടികളല്ലേ പോണ വഴിയെ പോവട്ടെ എന്ന് ലാഘവത്വത്തോടെ പറയല്ല ഉപ്പ അതിന് കനത്ത വില നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നിട്ട് വാപ്പ നിസ്കരിക്കാൻ പള്ളിയിൽ പോയി അതിമനോഹരമാണ് ഈ കുടിലിന്റെ കട ഇത് നടക്കുന്നത് ഹബീബിന്റെ വീട്ടിലാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാ മസ്ജിദുൻ നബവിയിൽ പോയി തഹജ്ജുദ് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് ദുആയും കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ മോളുടെ വീട്ടിൽ വിളക്ക് തെളിഞ്ഞിട്ടില്ല അപ്പോൾ അറിയാം വീണ്ടും എഴുന്നേറ്റ് മോളുടെ വീട്ടിൽ വന്നു വിളക്ക് തെളിഞ്ഞ് നിന്നെ അടയാളമില്ല വെള്ളം വീടുന്ന ശബ്ദവും കേൾക്കുന്നില്ല വിളിച്ചു വിട്ടിട്ടും മോള് പിന്നെയും കടന്നുറങ്ങുകയാ സ്വാഭാവികമായി നമ്മള് സുബഹിക്ക് നമ്മുടെ മക്കളെ വിളിച്ചാലും നമ്മളങ്ങ് നിസ്കരിക്കാൻ പോകും പിള്ളേര് പിന്നെയും പുറപ്പിന്റെ അടിയിലോട്ട് കയറില്ലേ വിളിച്ചു വിട്ടല്ലോ എന്റെ കടമ കഴിഞ്ഞല്ലോ എന്ന് വാപ്പ സുബഹി നിസ്കരിച്ചാ മതിയോ ഉമ്മ സുബഹി നിസ്കരിച്ചാ മതിയോ ഈ പള്ളിയുടെ താടിക കുടത്തിൽ ആണുങ്ങൾ മാത്രം നിസ്കരിക്കുകയും പായിപ്പാട്ട പെണ്ണുങ്ങള് സുബഹിക്ക് കരിമ്പടത്തിൽ കിടന്നുറങ്ങുകയും ചെയ്തായോ ഈ പള്ളി നമ്മുടെ ആത്മാവിലേക്ക് കടന്നു കയറുവോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ വന്നിട്ട് വിളക്ക് തെളിഞ്ഞിട്ടില്ല വെള്ളം വീഴുന്ന ശബ്ദവുമില്ല രണ്ടാമത് വീണ്ടും വന്ന് വാതിലിൽ മുട്ടി എന്നിട്ട് പറഞ്ഞതെന്നറിയോ ഉറക്കെ വിളിച്ചു പറഞ്ഞു അലിയെ ഫാത്തിമ കൂമാ فصليا ولو ركعتين قبل الفجر അലിയെ ഫാത്തിമ എഴുന്നേൽക്ക് ഫസല്ലയാ നിസ്കരിക്ക് തഹജ്ജുദിന്റെ സമയം തീരാറായി എഴുന്നേൽക്കു മോളെ മരുമകനെ വലൗ റകഅതൈനി ഖബില സുബഹിക്ക് മുമ്പുള്ള 2 റകഅത്തെങ്കിലും നിസ്കരിച്ചിട്ട് കടാ എന്ന്
പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മകളുടെ വാതിലില് ഒരു പുലർകാലത്ത് പോയി പെട്ടി വിളിച്ചു, നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ. തീർന്നില്ല, വാതിലിൽ മുട്ട് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് കൊണ്ടു. മരുമകൻ വന്ന് മണിയറയുടെ വാതിൽ തുറന്നു. നോക്കുമ്പോ അമ്മോശം മണിയറ വാതിലിന്റെ മുമ്പില്. അങ്ങനെ ഒന്ന് കരുത്, നമ്മുടെ നാട്ടില് പ്രശ്നം തുടങ്ങാൻ പിന്നെ പ്രയാസം വേണോ? അമ്മാവനാള് ശരിയല്ല, അമ്മോശം കാക്ക ശരിയല്ല, ചെറിയ പ്രോബ്ലം ഉണ്ട്. മണിയറയിൽ വന്നിട്ട് സുബഹിക്കുമ്പ് വാതിൽ മുട്ടി. അതുകൊണ്ട് ഇത് സ്ത്രീയുടെ മനുഷ്യാവകാശ ലംഘനമാണ്, ഇത് അവകാശ നിഷേധമാണ്. ഏതൊക്കെ സമരമുറകളാ. ആ മരുമകൻ വന്ന് വാതിൽ തുറന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് മുമ്പിൽ നിൽക്കുകയാ. പൊട്ടിത്തെറിച്ചില്ല, മുഖം കറുത്തില്ല. മരുമകൻ പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, ഒരു വല്ലാത്ത കുടുംബ ജീവിതത്തിന്റെ പരസ്പര വിശ്വാസവും ബഹുമാനവും ആദരവും ഒരുമിച്ച് കൂടിയ തന്റെ ഭാര്യയുടെ പിതാവ് ആരെന്ന് അറിഞ്ഞ ഒരു മരുമകൻ, തന്റെ മരുമകൻ ആരെന്നറിഞ്ഞ ഭാര്യാപിതാവ്, ഈ പരസ്പര ബഹുമാനത്തിലെ കുടുംബ ബന്ധം പോ. തന്റെ ഭാര്യാപിതാവ് നബി തങ്ങളല്ലേ. ഉറക്കച്ചടവില് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ നുഫൂസുനാ ബിയദില്ലാഹ്, അങ്ങല്ലേ പറഞ്ഞത്. ഒരു വിശ്വാസി ഉറങ്ങുമ്പോ അവന്റെ റൂഹ് അള്ളാഹുവിന്റെ അടുക്കൽ പോകുമെന്ന്, എഴുന്നേക്കാൻ നേരത്ത് തിരിച്ചു തരുമെന്ന് അങ്ങല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്. നുഫൂസുനാ ബിയദില്ലാഹ്, ഇന്നലെ ഉറങ്ങാൻ നേരത്തെ എന്റെയും ഫാത്തിമയുടെ റൂഹ് അള്ളാന്റെ അടുക്കൽ പോയി. നബിയേ അവൻ ഉദ്ദേശിച്ചാല് തിരിച്ചു തരുമില്ലെങ്കിൽ തരൂല. പടച്ചോൻ റൂഹ് തിരിച്ചു തന്നാലല്ലേ എഴുന്നേക്കാൻ പറ്റൂ. അങ്ങ് വിളിച്ചാൽ എഴുന്നേക്കാൻ പറ്റുമോ? മരുമോന്റെ ചോദ്യമാണ്, നബിയെ റൂഹ് തിരിച്ചു തരാതെ എങ്ങനെ എഴുന്നേക്കും നബിയെ? ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോ അമ്മോസൻ എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഒരു ചിരിയോടെ അവിടെ നിന്ന് തിരിച്ചിറങ്ങിപ്പോയി. പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ തന്റെ കാലിന്റെ തൊടയിൽ ഇങ്ങനെ വലത്തെ കൈ കൊണ്ടടിച്ചിട്ട് ഒരു ആയത്ത് പുറത്തു കൊണ്ടുപോയി. വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദലാ, അല്ലെങ്കിലും മനുഷ്യർ തർക്കിക്കുന്ന കാര്യത്തിലും പുറകിലല്ലോ എന്ന് പുറത്തുകൊണ്ട് അള്ളാന്റെ ഹബീബ് ഇറങ്ങിപ്പോയി. സഹോദരാ, ഇവിടെ നോക്ക്, കല്യാണം കഴിഞ്ഞിട്ട് ആ മകളുടെ വാതിലി മുട്ടിയിട്ട്, മോളെ വാപ്പാന്റെ തർബിയത്തിൽ നീ താമസിക്കുമ്പോ നിസ്കാരം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോ ഇല്ലയോ? നമ്മൾ ചോദിക്കൂ, നമ്മുടെ മക്കളോട് നീ നിസ്കാരം ഉണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ് തീർന്നു. കല്യാണം കഴിഞ്ഞ് എന്റെ ഉത്തരവാദിത്വം തീർന്നു? ഇല്ല, തീർന്നിട്ടില്ല. ഉത്തരവാദിത്വം ഒത്തിരി ഉണ്ട്. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുന ആയിഷ. നിങ്ങൾ ഉഷാറായില്ലേ? ഞാൻ നിർത്തും. സയ്യിദത്തുന ആയിഷ, സയ്യിദത്തുന ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഞാനും എന്റെ ഹബീബും കൂടി ഒരു ദിവസം ഒരു ഉച്ച നേരത്ത് ഒരു പുതപ്പ് പകുതി വരെ പുതച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും വർത്താനം പറഞ്ഞ് കിടക്കായിരുന്നു. അങ്ങനെ ഒരു ഉച്ച നേരത്ത് പുതപ്പ് കൊണ്ട് പകുതി പുതച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ആ പുതപ്പിന്റെ അകത്ത് കയറി. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വെറുതെ വർത്താനം പറയാൻ. വാതിൽ അടച്ചിട്ടില്ല, സ്വകാര്യ നിമിഷമല്ല, വാതില് അടച്ചിട്ടില്ല. അതുകൊണ്ടോ പറയാം, സുബഹി വരെ സമയമുണ്ട്. നാളെ ഉറക്കമില്ല, പരിപാടി തീരണവരെ അതിലെ പന്തൽ വെച്ച് അടക്കണ്ടേ. എനിക്ക് നാളെ സുബഹിക്ക് പെരിന്തൽമണ്ണ എത്തണം. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു എളുപ്പം. ഞാൻ അതുകൊണ്ട് 10:30 തീർക്കണമെന്ന് പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞ ആ പുതപ്പിനടി ആ വിഷയമായതുകൊണ്ട് ഓർമ്മയുണ്ട്. ഞാൻ മറന്നുപോയത് കൊണ്ടല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാണ്. അല്ല, എനിക്ക് മറന്നിട്ടല്ല. അങ്ങനെ നിങ്ങൾ കരുതരുത്. പുതപ്പിന്റെ അടിയിൽ കിടക്കുക ഞങ്ങളുടെ സ്വകാര്യ നിമിഷമല്ല. ആ സമയത്ത് അവിടേക്ക് കടന്നു വന്നു ഇബ്നത്ത് റസൂലില്ലാഹ്, ഹബീബിന്റെ മകള് ഫാത്തിമ ബീവി അവിടേക്ക് കടന്നു വന്നു.
ആയിഷ ബീവി എഴുതുകയാണ് ഹദീസില്, മാ കാമലഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നില്ല. ഫാത്തിമ ബീവി വന്നപ്പോ വാപ്പ എഴുന്നേറ്റ് നിന്നില്ല. അതൊരു കുശുമ്പിന്റെ വാക്കാണ്. ആയിഷ ബീവി ഒരു കുശുമ്പ് പറയണത്. അതിൽ സ്ത്രൈണതയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരു സ്ത്രൈണതയുടെ സ്വഭാവം. ആ സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടും. കൂടുതൽ പറയുന്നില്ല, പറയണല്ലോ. സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, ആ സ്ത്രൈണതയുടെ ഒരു സ്വഭാവമുണ്ട്. മാ കാമലഹ റസൂലുള്ള എന്ന് പറഞ്ഞാൽ എന്ന് എഴുന്നേക്കണ വാപ്പ, അന്ന് മോള് വന്നിട്ട് എഴുന്നേറ്റ് പോലുമില്ല എന്ന് പറഞ്ഞാൽ മോള് വന്നിട്ട് വാപ്പാക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അള്ളാന്റെ റസൂലും ഞാൻ ആയിഷ ബീവി ഇങ്ങനെ കിടന്ന രഹസ്യ നിമിഷത്തിൽ ഒരു സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ മോള് വന്നിട്ട് മൂപ്പിലാത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ പറയാം മാ കാമലഹ റസൂലുള്ള, മോളെ കണ്ടിട്ട് വാപ്പ എഴുന്നേറ്റില്ല, വാപ്പ എഴുന്നേറ്റ് പോലും. അത് സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ്. അവര് വളഞ്ഞ കാര്യം പറയും, നേരെ കാര്യം പറയൂല. ഒരു ഭർത്താവ് ഭാര്യയോട് ദേഷ്യവും പിണക്കം ഉണ്ടെങ്കിൽ പെട്ടെന്നറിയാം. പക്ഷെ ഭാര്യയ്ക്ക് നമ്മളോട് എന്തെങ്കിലും വിഷമം അറിയാൻ പറ്റുമോ? പറ്റൂല. ഭാര്യ ഒരു ഇച്ചിരി ചൂടിലാണ്. രാവിലെ നമ്മള് കടയിൽ പോയി 6 മണിക്ക് കയറി വന്നപ്പോൾ ഇല്ലപ്പോ കടന്നിൽ കുത്തിയതുപോലെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ മൈൻഡ് ചെയ്യില്ല, അകത്തോട്ട് കയറി. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഒരു സ്പൂണ് താഴെ വീഴുന്ന കേൾക്കാം, കുറച്ച് കഴിയുമ്പോൾ 2 തവി വീഴുന്ന ശബ്ദം. എന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ പ്ലേറ്റുമാണ് പൊട്ടുന്നത്. ഒരു സ്പൂൺ എടുത്ത് അങ്ങോട്ട്, ഒരു തവി എടുത്ത് ഇങ്ങോട്ട്, കസേര എടുത്തിട്ട് ഒരു ഇടി, ആകയിലെ വെടി കൊണ്ട വെരുക്ക് പോണ മാതിരി പോകും. അപ്പോഴായിരിക്കും കുട്ടി പോയി ഉമ്മ ഒക്കെ തരാം, എനിക്ക് ആകെ അടിയിട്ട് ബഹളം സർബതുമായിരിക്കും. അവസാനം കിടക്കാൻ നേരമാകുമ്പോ ഒരു ഡ്രസ്സ് പോറും മാറില്ല, ഉച്ചക്കില്ല, മത്തിയുടെ ചെറുമ്പലും എല്ലാം ഉള്ള നൈറ്റിയായിട്ട് വന്നൊരു ഒറ്റ കിടപ്പ, ഉദയക്ക് പോത്തിരിട്ട മാതിരി അങ്ങോട്ട് ഇരിഞ്ഞൊരു കിടപ്പ്. കിടക്കണ ഭർത്താവും എല്ലാം തോണ്ടിയിട്ട് എന്ത് പറ്റി? ഞാൻ ഉച്ചയ്ക്ക് നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളുടെ ഫോൺ ബിസി ആയിരുന്നല്ലോ, ആരാ വിളിച്ചത്? എടി ഹയവാനെ, അത് ആദ്യം പറഞ്ഞ പോരെ, വന്നപ്പോഴേ ചോദിക്കൂല. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? പിന്നെ മുത്തക്കീങ്ങൾ ഇരിക്കണ ഇരിപ്പ് വേണ്ടില്ലേ? അവനാന്റെ കാര്യം പറയാൻ പറ്റാതെ മുത്തക്കീങ്ങൾ ഇരിപ്പണത് കണ്ടവർക്ക് അങ്ങനെയൊന്നുമില്ല. അവരങ്ങനെ പറയൂല. പക്ഷെ അപ്പ എടി അതെന്റെ പെങ്ങള് വിളിച്ചു, അതായിരുന്നു. പക്ഷെ ആണങ്ങനെയല്ല. ആണ് നേരെ വന്നോണ്ട് ചോദിക്കും, ഇവിടെ ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചോ, ഫോൺ ബിസി ആയിരുന്നില്ല, ആരാ? അതാ ആങ്ങളെ. ആ ശരിയെന്ന്. എൻ്റെ ഫോൺ വരുന്നത് കേട്ടില്ല, കട്ട് ചെയ്തിട്ട് എനിക്ക് തിരിച്ചു വിളിച്ചോടായിരുന്നു. നീ മേലെ ആവർത്തിക്ക്, തീർന്നു. ആണും പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ സ്വഭാവത്തിന് ഒത്തിരി, പ്രകൃതത്തിന് ഒത്തിരി വ്യത്യാസമുണ്ട്. FW ബെയിൻ എന്ന് പറയുന്നൊരു സാഹിത്യകാരനുണ്ട്. അദ്ദേഹം പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, എൻ്റെ അല്ലല്ലോ, ഈ കേസ് വന്നാലും കാണിച്ചു കൊടുക്കാം. അപ്പൊ അതിനകത്ത് അയാളൊരു തമാശ പറയുന്നുണ്ട്. അയാൾ പറയാൻ, ദൈവം ആദ്യം പുരുഷനെ സൃഷ്ടിച്ചു, പിന്നെ ലോകത്തുള്ള എല്ലാ ജീവികളെയും സൃഷ്ടിച്ചു, ഏറ്റവും അവസാനമാണ് പെണ്ണിനെ സൃഷ്ടിച്ചത്. പെണ്ണിനെ സൃഷ്ടിക്കാൻ വേണ്ടി പോയപ്പോൾ സൃഷ്ടിക്കാനുള്ള മണ്ണ് തീർന്നുപോയി ദൈവത്തിന്. ഇതേ സ്ത്രീകളുടെ സ്വഭാവം പറയാണ്. അപ്പൊ ഇനി പെണ്ണിനെ സൃഷ്ടിക്കാൻ മണ്ണില്ല, ബാക്കി എല്ലാത്തിനെയും സൃഷ്ടിച്ചു കഴിഞ്ഞു. അപ്പൊ ദൈവം എന്ത് ചെയ്തു എന്നറിയോ? അതുവരെ സൃഷ്ടിച്ച എല്ലാത്തിൽ നിന്നും ഓരോ അല്പം വെച്ചെടുത്ത് എല്ലാം കൂടെ കൂട്ടി പെണ്ണിനെ സൃഷ്ടിച്ചു. കാക്കയുടെ കപട സന്യാസം, കൊക്കിന്റെ കരു മൃദുലത, കുറുക്കന്റെ കൗശലം, പുലിയുടെ ഗർജനം, സിംഹത്തിന്റെ ശൗര്യം, കരടിയുടെ ഒളിച്ചിരിപ്പ്, കാക്കയുടെ കൗശലം, കുറുക്കന്റെ ബുദ്ധി, മഴവില്ലിന്റെ മനോഹാരിത, റോസാപ്പൂവിന്റെ മാദകത്വം, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് വരും. FW ബെയിൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ എഴുതുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു, ഇപ്പൊ അത് പറയാ, ആയിഷ റളിയല്ലാഹു പറയാം, ആ കാമലഹ റസൂൽ എഴുന്നേറ്റില്ല. പിതാക്കന്മാരെ പഠിച്ചോളൂ. മകള് വരുന്നത് കണ്ടാൽ വാപ്പ എഴുന്നേക്കുമായിരുന്നു. നമ്മൾ എഴുന്നേക്കൂ? നമ്മുടെ മോൾ വരുന്നത് കണ്ടാൽ എഴുന്നേക്കോ? എന്റെ മോള് വരുന്നു എഴുന്നേക്കോ? അങ്ങനെ എഴുന്നേക്കണം വാപ്പയാമാർ ആരേലും ഉണ്ടെന്ന് കൈപൊക്കിക്കാൻ വലിയ ആളാ. അലൈസ മിൻകും റജുലുൻ റഷീദ്, ഒരാളും ഇല്ല. സഹോദരാ, വാപ്പ, അല്ലാഹുവിന്റെ റസൂലും മോളെ കണ്ടാൽ എഴുന്നേക്കുമായിരുന്നു എന്ന് മാത്രമല്ല, ആ ഫാത്തിമാവിയുടെ 2 കണ്ണുകളുടെ ഇടയിൽ ചുംബനം കൊടുക്കുമായിരുന്നു. എഴുന്നേറ്റ് നിന്ന് മോളെ ചേർത്ത് പിടിച്ച് 2 പുരികത്തിന്റെ ഇടയിൽ ഒരു ഉമ്മ കൊടുക്കും.
അങ്ങനെ കൊടുക്കണ ഉപ്പമാരാരേലും ഉണ്ടായിരുന്ന കൈവക്കി. ഇപ്പോഴും മക്കളെ കല്യാണം കഴിച്ചു വിട്ട പെമ്മക്കളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ്. ആ മോളുടെ രണ്ട് ഇവിടെ ഇടയിൽ മോളെ ചേർത്ത് വെച്ചിട്ട് ഒരു മുത്തം കൊടുക്കും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സമയം തീരെ കിട്ടാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറെ കാര്യം നടക്കാനുണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കൊടുക്കണം നിങ്ങൾ. മോളെ കല്യാണം കഴിച്ചു വിട്ടു. കടത്തിന്റെ മേൽ കടവും വാങ്ങിച്ചിട്ടാണ് വാപ്പ കല്യാണം കഴിച്ചു വിട്ടത്. ആ വാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ 2 മാസം അല്ലെ വർഷത്തിലൊരിക്കലും മോളെ കാണാൻ കല്യാണം കഴിച്ചു വിട്ട ഭർത്താവിന്റെ വീട്ടിൽ പോയി. ഭർത്താവിന്റെ വീട്ടിൽ ആ മോൾക്ക് അത്ര നല്ല സുഖമൊന്നുമില്ല, ദുഃഖങ്ങളോട് ദുഃഖമാണ്. കല്യാണം കഴിച്ചു വിട്ട വീട്ടിൽ അവൾക്ക് ഒരു സമാധാനവും ഇല്ല. വർഷത്തിലൊരിക്കൽ വാപ്പ കാണാൻ വരും. ആ മോൾ ഒന്നും പറയില്ല. മോളെ സുഖമാണോ? ആണുപ്പച്ചി. കാരണം എൻ്റെ വാപ്പാക്ക് 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്, രോഗമുണ്ട്. എന്നെ കെട്ടിച്ച കടം തന്നെ തീർന്നിട്ടില്ല. ഇനി ഞാനൊരു സങ്കടം പറഞ്ഞിട്ട് എൻ്റെ വാപ്പാനെ സങ്കടപ്പെടുത്തുന്ന എന്തിനാണ്? ആ മോൾ ഒന്നും പറയൂല ഉപ്പാനോട്, എല്ലാം ഉള്ളിൽ വെക്കും. അവസാനം വരാൻ നേരത്ത്, യാത്ര പറയാൻ നേരത്ത്, മോളെ ഉപ്പച്ചി പോട്ടെ എന്ന് ചോദിക്കുമ്പോ കണ്ണ് നിറഞ്ഞവള് പറയും ശരി ഉപ്പാന്ന് പറയുന്ന നേരത്ത് ഒരു സങ്കടവും നമ്മളോട് പറയാതെ കൽവിൽ ഒളിപ്പിച്ചു നിൽക്കുന്ന മോളെ പോകാൻ നേരത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവളുടെ 2 കണ്ണുകൾക്കിടയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഇനി ഉപ്പച്ചി പോട്ടെ മോളെ എന്ന് പറഞ്ഞിറങ്ങുമ്പോ ആ മോൾക്ക് പിന്നെ ജീവിക്കാൻ അത് മതി. ഒരു പോസിറ്റീവ് എനർജി. അവളുടെ കൽബിലെ സങ്കടം മാറും. ആരെന്നെ കൈവിട്ടാലും എൻ്റെ ഉപ്പച്ചി എന്നെ കൈവിടില്ല. അത് ഹനഫിയാണോ ഷാഫിയാണോ? ഹനഫിയ. എൻ്റെ അത്തച്ചി എന്നെ കൈവിടൂല. ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ ഉപ്പ എന്നെ ഒറ്റപ്പെടുത്തൂല. ആർക്ക് അധികപ്പെട്ടായാലും എൻ്റെ ഉപ്പയ്ക്ക് എനിക്ക് അധികപ്പെട്ടല്ല. എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഉണ്ട് എന്നാ മോളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സന്തോഷം നൽകാൻ നമ്മുടെ ഈ ഒരു മുത്തത്തിന് കഴിയുമെങ്കിൽ നമുക്കത് ചെയ്തുകൂടെ? അതാ സുന്നത്ത് റസൂലില്ല. അത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണ് സഹോദരങ്ങളെ. നമ്മുടെ പെൺമക്കൾ, ആ പെൺമക്കൾക്ക് നമ്മുടെ ഒരു മുത്തം കൊണ്ട് ഒരു ആശ്വാസം കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ ഒരു ഉപ്പയ്ക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ, ബാക്കി പറയാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് ആ ഉപ്പയും മകളും തമ്മിൽ ഒരു വികാര തീവ്രമായ രംഗമുണ്ട്. ചരിത്രത്തിൽ ഇന്നേ വരെ രേഖപ്പെട്ടതിൽ വാപ്പയും മകളും തമ്മിലുള്ള അതിവികാര തീവ്രമായൊരു രംഗമുണ്ട്. അള്ളാഹു നമ്മളെ അതുകൂടി പറഞ്ഞ് ഈ മനോഹരമായ സദസ്സിൽ 5 മണിക്കൂറോളം ഇരുന്ന് നമുക്ക് ഒരു ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദുആ ചെയ്യണം. ഓരോ ദുആയിലും പങ്കെടുക്കണം. കാരണം ലോകം അങ്ങനെയാണ്. ഇന്നലെ ഞാൻ പള്ളിക്കലാണ് ഈ സമയത്ത് പ്രസംഗിക്കുന്നത്. എൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് ഖത്തീബ്. അദ്ദേഹത്തിന്റെ നിർബന്ധത്തിലാണ് കടവാള് പോയി. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, വാക്യവിസ്താരെ നമ്മുടെ കൂടെ പഠിച്ച ഒരു വലിയ പണ്ഡിതനുണ്ട്, വലിയ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ധാരാളം ഉസ്താദന്മാർ അദ്ദേഹത്തിന്റെ കോഴ്സിന് പോകുന്ന വലിയൊരു അറബി കോളേജിന്റെ പ്രിൻസിപ്പലാണ് അദ്ദേഹം. റമദാന് തൊട്ട് മുമ്പ് അദ്ദേഹം ഒന്ന് ചുമച്ചു. ചുമയുടെ കൂടെ രക്തം വെളിയിലേക്ക് വന്നു. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു TB ആണ്. ഒരു ഡോക്ടർക്ക് സംശയം തോന്നി വീണ്ടും പരിശോധിച്ചപ്പോ തൊണ്ടയിൽ ടോൺസിലൈറ്റിലാണ്, ടോൺസിന്റെ ക്യാൻസറാണ്. ആ ചെറുപ്പക്കാരന് ക്യാൻസറാണ്. യാതൊരുവിധ ലക്ഷണവും ഇല്ല. ഒരു ദിവസം ചുമയ്ക്കുന്നു, രക്തം വെളി വരും. ക്യാൻസറാണ്, ടോൺസിലൈറ്റിന്റെ ക്യാൻസറാണ്. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രികൾ 15 ലക്ഷം വേണം. കഴുത്ത് കീറി അതെടുത്ത് കളയണം. നേരെ ഇവിടെ പരുമലയിൽ കൊണ്ടുവന്നു. ഇവിടെ പരുമല ക്യാൻസറിന്റെ അവിടെ കൊണ്ടുവന്നു. അവിടെയാണ് ഓപ്പറേഷൻ നടന്നത്. ഞാൻ ഇന്നലെ വിവരം അറിയാം, അത് പറഞ്ഞിട്ടില്ല. കഴുത്ത് കീറി ടോൺസിലേറ്റിൽ നിന്ന് ക്യാൻസറിന്റെ കോശങ്ങൾ എടുത്തു കളഞ്ഞു. 4 ബോക്സ് നിറച്ച ക്യാൻസറിന്റെ അണുക്കൾ കഴുത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. ആ കഴുത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ ക്യാൻസർ കഴിഞ്ഞ് തുന്നിക്കെട്ടി. ഇനി കീമോ കൊടുക്കണം. 4 കീമോ കൊടുത്താൽ ഭേദമാകുന്ന ഡോക്ടർ പറയാം. പക്ഷെ അതിനു മുമ്പ്, ആ ചികിത്സക്ക് മുമ്പ് അദ്ദേഹം ഒരു റൂമിന്റെ ഉള്ളിൽ ഒരാളും അകത്തോട്ട് കയറാൻ പാടില്ല. ഭാര്യക്ക് നിൽക്കാൻ പറ്റില്ല, മക്കൾക്ക് നിൽക്കാൻ പറ്റില്ല. ഭക്ഷണം കൊണ്ടുപോയി ഡോറ് തുറന്ന് വെച്ച് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകണം. അത്രമേൽ തീവ്രതയുള്ള രോഗാണുവാണ്. ആരടുത്തു പോയാലും പകരും. നൊന്ത് പ്രസവിച്ച ഉമ്മാക്കടുത്തു പോകണമെന്നുണ്ട്, കഴിയില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ പരിചരിക്കണമെന്ന് ഡോക്ടർമാരെ സമ്മതിക്കില്ല. മക്കൾക്ക് ഉപ്പാക്കൊരു മുത്തം കൊടുക്കണം. ആ കിടക്കുന്ന മനുഷ്യരെ തന്നെ മക്കൾക്കൊരു മുത്തം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരാൾ അടുത്തു പോകാൻ പാടില്ല. അത്രമേൽ തീവ്രതയുള്ള രോഗാണുവാണ്.
നീങ്ങാന്ന് പള്ളിക്കൽ നീങ്ങാന്ന് ഞാൻ ആ സദസ്സിൽ കരഞ്ഞു ദുആ ചെയ്തു. കാരണം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. കാസിബി പറഞ്ഞ പോലെ ഇച്ചിരി ഉള്ളത് മുഖത്ത് നോക്കി ഗൗരവത്തോടെ പറയൽ എൻ്റെ സ്വഭാവമാണ്. പക്ഷെ കൽബിലൊന്നുമില്ല, ഞാൻ ഒരു വെറും പച്ചപ്പാവാണ്. വെറുതെ പറയണേ. എന്നെ കാണുമ്പോൾ ഒരു ഗൗരവം തോന്നുന്നില്ല. എന്നെ അടുത്തറിഞ്ഞവർക്കറിയാം അങ്ങനെ ഒരു പച്ച സാധുവാണ്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, കരഞ്ഞു ദുആ ചെയ്തു. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വോയിസ് ഉണ്ട് വാട്സപ്പിൽ. വാക്യവിസ്താരെ നിങ്ങളൊക്കെ എന്നെ മറന്നു എന്നാ കരുതിയത്, ഓർത്ത് ദുആ ചെയ്തല്ലോ. ഇന്നലെ ഡോക്ടറെ പരിമലയിലെ ഡോക്ടറെ കണ്ടു. ഒരു കീമോ എടുത്തപ്പോൾ തന്നെ പൂർണ്ണമായിട്ട് ഭേദമായി. ഇനി ഒന്നും ചെയ്യണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ രോഗം പൂർണ്ണമായി ശിഫയാവുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മുത്തലിമീങ്ങളില്ല, എനിക്ക് വേണ്ടി ദുആ ചെയ്യാത്ത അറബി കോളേജ് ഇല്ല. അദ്ദേഹത്തിന്റെ ചെലവ് 8 ലക്ഷം രൂപ വേണം. ആ ചെലവ് അദ്ദേഹം ജോലി ചെയ്യുന്ന മഹൽ ഏറ്റെടുത്തു. സഹോദര, ഡോക്ടർമാര് വന്ന് തിരിച്ചു വരില്ലെന്നാണ്. അദ്ദേഹത്തിന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട്. എനിക്ക് വേണ്ടി ആരൊക്കെ ദുആ ചെയ്തെന്നറിയില്ല. ഈ അവസ്ഥയിലും ഇന്നലെ പരിമലയിൽ വന്നു പോകുമ്പോ ഡോക്ടർ പറയുന്നത് എന്തൊരു അത്ഭുതമാണിത്, ഒരു കീമോ കൊണ്ട് ഇത് പൂർണ്ണമാകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രാർത്ഥനയാണ് പ്രധാനം, ദുആയാണ് പ്രധാനം. ലോകത്തിന്റെ ഒരു മെഡിക്കൽ സയൻസിനും സാധിക്കാൻ കഴിയാത്തത് അയ്യൂബ് നബിയുടെ മാരക രോഗത്തിന് വെറും പച്ചവെള്ളം കൊണ്ട് ശിഫ കൊടുത്ത റബ്ബിന് കഴിയും. ആ ബോധവും ബോധ്യവുമാണ് ഈ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആ ഒരു ബോധ്യമാണ്. ഇതിന് 1 കോടി കൊടുത്തവരുണ്ടാവും. ഇബ്രാഹിം റാവുത്തർ 1 കോടി കൊടുത്തു, 10 കോടി പുണ്യം. ഇന്ന് ഈ നടന്ന ഏതൊക്കെ വകയിലാണ് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാത്ത വകത ഉള്ളത്? ഈ നഗരിന് പോലും ഈ നാട്ടുകാരെ പേരിട്ടു. എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തെ. ഞാനിവിടെ വരുമ്പോ അന്നാണ് 1 കോടി പറഞ്ഞതിന് അന്നാണ് ഞാൻ വരുന്നത് അല്ലേ? അന്നല്ലോ അന്ന് ദുആ ചെയ്തു. ഞാൻ പിറ്റേ ആഴ്ച അബുദാബിക്ക് പോവാൻ. എന്നോടന്ന് പറഞ്ഞു, എൻ്റെ മോൻ റാസി അവിടെ ഉണ്ട്, ഉസ്താദ് അവിടെ പോയി കാണണം. ഞാനവിടെ പോയി റാസിയുടെ വീട്ടിൽ പോയി. റാസിയുടെ മക്കൾ എന്നെ വലിയ ഗിഫ്റ്റ് തന്ന് സ്വീകരിച്ചു. ഹംദാൻ ഫൗണ്ടേഷൻ എന്ന എൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അതിന് ആദ്യം 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരുന്ന റാസി സാഹിബിൻ്റെതാണ്. അതിനുമുമ്പ് ആരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹംദാന്റെ ആദ്യത്തെ അക്കൗണ്ടിൽ വരുന്ന 10 ലക്ഷം രൂപ റാസിയുടെ കയ്യിൽ നിന്നാണ്. അതായത് വലിയ ബറക്കത്തുണ്ട്. ഇന്ന് പടച്ചോൻ ഏതൊക്കെ രീതിയിൽ അതിനെ വളർത്തി. നല്ല ബറക്കത്തുള്ള കൈയാണ് അദ്ദേഹത്തിൻ്റെ. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഫസ്റ്റ് ഞങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ ഹംദാന്റെ അക്കൗണ്ടിലെ ഫസ്റ്റ് ഇപ്പോഴും നോക്കി അറിയാം റാസിയുടെ 10 ലക്ഷം രൂപയുടെ ഫെഡറൽ ബാങ്കിന്റെ ചെക്കാണ് ഫസ്റ്റ് അക്കൗണ്ട്. ഇന്ന് എവിടെ നിന്നൊക്കെ അത് വന്നു, ഇന്ന് എവിടം വരെ ഇത് എത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. അള്ളാഹു ആ കൈകളെ നന്നാക്കി കൊടുക്കട്ടെ. 1 കോടി കൊടുക്കാനും വാപ്പ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അദ്ദേഹം കൊടുത്ത്. എന്തുകൊണ്ട്? പ്രാർത്ഥനയാണ് വലുതെന്ന ബോധ്യമാണ്. ഇന്ന് ഞാൻ നോക്കിയപ്പോ ഇമാമ് ലൈറ്റ് മേടിക്കാൻ കോയമ്പത്തൂർ പോയിരിക്കുക. 1 ലക്ഷം രൂപ ഒരു ലൈറ്റിന്. എന്തിനാ കൊടുത്തത്? എന്തിനാ കൊടുത്തത്? സഹോദര, എല്ലാം നശിച്ചു പോകുന്ന ഒരു ലോകമുണ്ട്. 1 കോടി കൊടുത്താൽ പോലും ഒരു ശ്വാസം തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സമയമുണ്ട്. ആ സമയത്താണ് നാം ചെലവഴിച്ചതിന്റെ തുക നമ്മൾ അറിയുക. അള്ളാഹു നമ്മളവിടെ എത്തിക്കുമാറാകട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളവിടെ എത്തിക്കുമാറാകട്ടെ. ആ ഒരു ബോധ്യത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടക ബക്കറ്റുമായിട്ട് വരും. എല്ലാവരും ഒരു നല്ല സദക്ക അതിനകത്തേക്ക് കൊടുക്കും. ഇവിടെ ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. ഞാൻ അവസാനിപ്പിക്കാൻ സമയമില്ല. അവസാനം എല്ലാവരും ഒന്ന് സഹകരിക്കണേ.